സ്റ്റാർട്ട് ചെയ്യാമോ? ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേടാ. ഓഡിബിൾ അല്ലേ ഞാൻ? അതെ. ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേടാ. ഓക്കെ, സോ ഇന്നലെ എല്ലാത്തിലും റിട്ടേൺ സെൽഫ് അല്ലെങ്കിൽ റിട്ടേൺ ഒരു പേജ് ഏതൊന്ന് നിങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട് അല്ലെ? എല്ലാ പേജ് ക്ലാസ്സിലെ എല്ലാ ഫങ്ഷൻസിന്റെ അകത്ത് പേജ് ക്ലാസ്സസില് ഹോം പേജ്, ലോഗിൻ പേജ്. ഉണ്ട്. ലോഗിനിന്ന് ഹോമിലേക്ക് പോകുമ്പോ നമ്മള് അങ്ങനെയുള്ള ചില ഇമ്പോർട്ടുകളൊക്കെ ഏറ്റവും മുകളിൽ കൊടുക്കുമ്പോ എറർ കിട്ടുന്നുണ്ടായിരുന്നു. എറർ കിട്ടുന്നുണ്ട്. യെസ്, ഫംഗ്ഷന്റെ ഉള്ളിലാക്കി കൊടുത്തപ്പോ അത് കറക്റ്റ് ചെയ്യാം. നാളെ എനിക്ക് വേദനിക്കുന്നുണ്ട്. എറർ ഒന്ന് കാണിച്ചേ. ഞാനപ്പോ അത് ഫംഗ്ഷന്റെ ഉള്ളിൽ കൊടുത്തു നോക്കി. അപ്പൊ എന്തോ സർക്കുലാർ എന്ന് പറഞ്ഞിട്ട് എറർ ആയിരുന്നു. ആ എററാണ് ഡിസ്കസ് ചെയ്യാനിരുന്നത്. അപ്പൊ അതില് അനഘ ഓൾറെഡി എന്താ ചെയ്തെന്ന് നോക്കട്ടെ. പൈച്ചാമില് ഹോം പേജില് ലോഗിൻ പേജ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ലോഗിൻ പേജിന്റെ ഇമ്പോർട്ടന്റ് എവിടെയാ കൊണ്ടുവന്നിട്ടെ? ഓക്കെ, പറഞ്ഞുതരാമേ. പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോ ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ എത്ര പേർക്ക് സർക്കുലർ ഇമ്പോർട്ട് എന്നിട്ടുള്ള എറർ കിട്ടി? അലീന, കൃഷ്ണകുമാർ എറർ കിട്ടിയിരുന്നോ? ഞാനപ്പോ പറഞ്ഞു എനിക്ക് എറർ കിട്ടി. അലീനയാ പറഞ്ഞല്ലേ? അപ്പൊ സർക്കുലർ ഇമ്പോർട്ട് എന്ന് വെച്ചാൽ അത് പൈത്തൺ സെലീനിയത്തിൽ അല്ലെങ്കിൽ പൈടെസ്റ്റില് നമ്മൾ പേജ് ഒബ്ജക്ട് മോഡൽ ചെയ്യുമ്പോൾ നോർമലി കാണുന്ന ഒരു റേസ് കണ്ടീഷൻ ആണ്. അതായത് ഹോം പേജിനെ ലോഗിൻ പേജിൽ വിളിക്കുന്നു, ലോഗിൻ പേജിനെ ഹോം പേജിൽ വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഒരു സർക്കുലർ വേയില് നമ്മൾ എന്ത് ചെയ്യാണ്? വൺ ടു അനദർ എന്നുള്ള പോലെ റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ? ഈ ഒരു കണ്ടീഷനെയാണ് സർക്കുലർ ഇമ്പോർട്ട് എറർ എന്ന് പറയുന്നത്. ക്ലിയർ? സർക്കുലർ ഇമ്പോർട്ട് എന്താണ് എന്ന് ക്ലിയർ ആണോടാ? ഒന്നുകൂടെ പറയണോ? കൃഷ്ണകുമാർ ക്ലിയർ ആണോ? അലീന ആൻഡ് അനഘ ക്ലിയർ ആണോടാ? ക്ലിയർ. കൃഷ്ണകുമാറിന് ക്ലിയർ അല്ലടാ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ലോഗിൻ പേജിന്റെ ഇമ്പോർട്ട് ഇല്ലേടാ ഹോം പേജിലുള്ള ആ ഇമ്പോർട്ട് അവിടെ നമുക്ക് കട്ട് ചെയ്തേ. അതന്നെ, അതിനെ അവിടെ നമുക്ക് കട്ട് ചെയ്തേടാ. കട്ട് ചെയ്തിട്ട് നമ്മുടെ ലോഗ് ഔട്ടിന്റെ ആ ഫംഗ്ഷൻ ഇല്ലേ, ഹോം പേജിൽ എഴുതിയിട്ടുള്ള ലോഗ് ഔട്ടിന്റെ ഫംഗ്ഷനില് തുടക്കത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തേ. ഫംഗ്ഷന്റെ അകത്ത് ലൈൻ നമ്പർ 20 കഴിഞ്ഞിട്ട് ഞാനത് കോപ്പി ചെയ്തില്ലായിരുന്നു. കോപ്പി ചെയ്തോ? അവിടുന്ന് റിമൂവ് ചെയ്തോ, ഇനി അവിടെ വെക്കേണ്ട ആവശ്യമില്ല.
ആ താഴെ വരിക. ലോഗ് ഔട്ടിന്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേടാ? ഇവിടെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് എൻട്രി അടിച്ച് അവിടെ ഇമ്പോർട്ട് കൊടുത്തേ. ഇതേപോലെ നമ്മുടെ ലോഗിൻ പേജിൽ എന്ത് ചെയ്യണം? ഹോം പേജിനെയും കൊടുക്കണം. ലോഗിൻ പേജ് എടുത്തേടാ. കട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം? നമുക്ക് ക്ലിക്ക് ലോഗിന്റെ അകത്ത് പ്ലേസ് ചെയ്യണം. നമുക്ക് ഇതുപോലെ സർക്കുലർ ഇമ്പോർട്ട് വരാൻ ചാൻസ് ഉള്ള ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതാണ്? ന്യൂസ് പേജില്. ന്യൂസ് പേജ് അഡ്മിൻ പേജ് ന്യൂസ് പേജും അഡ്മിൻ പേജും അവിടെ നിന്നോട്ടെ. പക്ഷെ ഇനി എഗെയിൻ അടുത്തൊരു ചാൻസ് ഉള്ളത് ഏതാണ്? ന്യൂസ് പേജിന്റെ അകത്ത് നമുക്ക് റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട് അല്ലേ? ന്യൂസിലല്ലേടാ? ന്യൂസ് പേജിന്റെ അകത്ത് നാവിഗേറ്റ് ഹോം. യെസ്, അതല്ലടാ? അത് റിട്ടേൺ സെൽഫ് അല്ലേ? എടാ, ക്ലിക്ക് ഹോം ഏതാ? ഹോം ഐക്കണിന്റെ ക്ലിക്ക് ആണോ? അതെ. ഹോം ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോ എവിടേക്കാ പോവുക? ന്യൂസ് പേജ്. ന്യൂസ് ഒരു മിനിറ്റ്. ഇപ്പൊ ന്യൂസ് പേജിൽ നിന്ന് ഹോം ഐക്കൺ ക്ലിക്ക് ചെയ്തു. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു. അലീന പറഞ്ഞാല് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞേ. അങ്ങനൊക്കെ ചെയ്ത് നോക്കിക്കോ. അലീന അല്ലെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞേ. എന്തായിരിക്കും വരിക? ഹോമിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഹോം പേജിലേക്ക് പോകും. ഹോം പേജിലേക്ക് പോകും. അപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് എന്തിനാ? ഹോം പേജിന്. ഹോം പേജിന്. അപ്പോൾ ഒന്ന് റിട്ടേൺ ചെയ്തേടാ. ഹോം പേജിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ. ഇപ്പൊ നമ്മൾ ലോഗിൻ പേജിലും ന്യൂസ് പേജിലും മാത്രമല്ലേ ഇത് ചേഞ്ച് ചെയ്തത്? അതെ. ലോഗിൻ പേജിലും ഹോം പേജിലും നമ്മൾ ഇമ്പോർട്ട്സിനെ എന്ത് ചെയ്തു? അതാത് ഫങ്ഷൻസിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇമ്പോർട്ടിനെ പ്ലേസ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഹോം പേജിന്റെ അകത്ത് ന്യൂസ് പേജും ഉണ്ട്, ന്യൂസ് പേജിന്റെ അകത്ത് ഹോം പേജും ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ ഇത് അഗെയിൻ ഒരു സർക്കുലർ ഇമ്പോർട്ട് ആയില്ലേ? ആയില്ലേ? ഈ സർക്കുലർ ഇമ്പോർട്ടിനെ ഫിക്സ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോം പേജിന്റെ ഇമ്പോർട്ടിനെ എവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം? നാവിഗേറ്റ് ഹോമിനകത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. കൃഷ്ണകുമാർ ഫോളോ ചെയ്യുന്നില്ലേടാ? ഇത് നമ്മൾ കളയണമെന്നുണ്ടോ? കളഞ്ഞു. പിന്നെ ഗ്ലോബലി വെക്കരുത്. ഹോം പേജിന്റെ അകത്തോ? ന്യൂസ് പേജിനെ പിടിച്ച് നമ്മുടെ ന്യൂസ് സ്റ്റൈലിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിടണം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താൽ പോരാ, എല്ലാം ചേഞ്ച് ചെയ്യണം? എല്ലാം ചേഞ്ച് ചെയ്യണം. അതെ, ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താൽ പോരാ, എല്ലാത്തിലും ചേഞ്ച് ചെയ്യണം. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ ടെസ്റ്റ് ന്യൂസ്. ടെസ്റ്റ് ന്യൂസില് നാവിഗേറ്റ് ഹോം എന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കടാ. നാവിഗേറ്റ് ഹോമിൽ റിട്ടേൺ ടു ഹോം ഇല്ലേ ടെസ്റ്റ് ന്യൂസിന്റെ അകത്ത്? ആ ടെസ്റ്റ് ന്യൂസ് എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ടു ന്യൂസ് ഏതാ? സോറി, റിട്ടേൺ ടു ഹോം ഏതാ? ഇത് ഫസ്റ്റ് കേസ്. എക്സിക്യൂട്ട് ചെയ്തോ.
അങ്ങനെ വരുമ്പോ ഒരു കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ടെസ്റ്റ് വെരിഫൈ മാനേജ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ഇപ്പോ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോ എന്താ ഉള്ളേ ന്യൂസ് പേജ് ഹാസ് നോ ആട്രിബ്യൂട്ട്. യെസ്, ഇവിടെ കറക്റ്റ് ചെയ്യാനില്ലേ? കോഡിലേക്ക് വരൂ. ടെസ്റ്റ് ന്യൂസിൽ തന്നെ, ടെസ്റ്റ് ന്യൂസിലല്ല. യെസ്, ഇനി നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫെയിലിയർ വരും, പ്രശ്നമില്ല, നമുക്ക് ഫിക്സ് ചെയ്യാമേ. ഓക്കെ, അപ്പൊ നമ്മള് ചെയിനിങ് ഓഫ് ഫങ്ഷൻസ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്? ഞാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ ചെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ചെയിനിങ് ഓഫ് ഫങ്ഷൻസും ചെയ്യും, ചെയിനിങ് ഓഫ് ക്ലാസസും നമ്മൾ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെയിനിങ് ഓഫ് ക്ലാസസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈൻ നമ്പർ 27 ലോഗ് ഓക്കെ ഒരു കാര്യം ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ എടുക്കൂ. ഫസ്റ്റ് നമുക്ക് ലോഗിനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റ് ലോഗിൻ എടുക്കൂ. അല്ല, ആദ്യത്തെ ടെസ്റ്റ് കേസ് എടുത്തോടാ. വാലിഡ് ലോഗിൻ അല്ലേ? വാലിഡ് ലോഗിനില് കുറച്ച് താഴേക്ക് വരൂ. ഇല്ല, പ്രശ്നമില്ല. എൻ്റർ യൂസർ നെയിമും എൻ്റർ പാസ്വേഡും റിട്ടേൺ ചെയ്യുന്നത് സെൽഫിനെ തന്നെയല്ലേ? അതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമുക്കൊരു ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? ലോഗിൻ പേജ് ഡോട്ട് എൻ്റർ യൂസർ നെയിം ഡോട്ട് ലൈൻ നമ്പർ 28 യൂസർ നെയിം വാല്യൂ ഡോട്ട് എൻ്റർ അണ്ടർസ്കോർ പാസ്വേഡ് ഓഫ് പാസ്വേഡ് അണ്ടർസ്കോർ വാല്യൂ. താഴെയുള്ളത് കമന്റ് ചെയ്തോളൂ. കൂടി പറയോ ഇത് എന്തിനാ ഇങ്ങനെ കൊടുക്കുന്ന? നമ്പർ ഓഫ് ലൈൻസ് ടു ബി എക്സിക്യൂട്ടഡ് കുറയ്ക്കാനായിട്ട്. നമ്മൾ ചെയിനിങ് എന്തിനാ ചെയ്യുന്നതെന്നാ പറഞ്ഞേ? നമ്പർ ഓഫ് ലൈൻസ് ടു ബി എക്സിക്യൂട്ടഡ് റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ചെയിനിങ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഇത് പറഞ്ഞോ. ഇതെങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റണേ? അപ്പൊ നമ്മള് ഇതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം ചെയിനിങ് ഓഫ് ഫങ്ഷൻസ് ചെയ്തത്. ചെയിനിങ് ഓഫ് ഫങ്ഷൻസില് നമ്മൾ എന്ത് റിട്ടേൺ സെൽഫ് എന്ന് കൊടുത്ത് ഓർക്കുന്നുണ്ടോ? റിട്ടേൺ സെൽഫ് അല്ലെങ്കിൽ റിട്ടേൺ ക്ലാസ് നെയിം ഏതെങ്കിലും ഒന്ന് കൊടുത്തത് ഓർക്കുന്നുണ്ടോ? അപ്പോ സെൽഫ് റിട്ടേൺ ചെയ്യുന്നതിനെല്ലാം നമുക്ക് ഒരുമിച്ച് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് എഴുതാം. അതുപോലെ തന്നെ വേറൊരു സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസിനെ റിട്ടേൺ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ വേറെ ക്ലാസസിനെ റിട്ടേൺ ചെയ്യുന്ന ഫങ്ഷൻസ് ആണെങ്കിൽ നമുക്കതിനെ വേറെ രീതിയിലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ ഇവിടെ 2 ലൈനിൽ കിടക്കുന്നുണ്ടായിരുന്ന കോഡ് ഇപ്പൊ സിംഗിൾ ലൈൻ ആയില്ലേ? ആയില്ലേ? അതായത് 2 ലൈനിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പൊ എത്ര ലൈനിൽ എക്സിക്യൂട്ട് ആവുന്നേ? സിംഗിൾ ലൈൻ, ഒറ്റ ലൈനിൽ അല്ലേ? ക്ലിക്കും അതേപോലെ കേട്ടു. എന്താടാ? താഴെ കിടക്കുന്ന ക്ലിക്ക് ലോഗിന് അതേപോലെ മുകളിൽ കയറ്റാം. ക്ലിക്ക് ലോഗിനെ മുകളിൽ കയറ്റാം. അതിന്റെ സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോ ഈ വാലിഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്കാ നാവിഗേറ്റ് ചെയ്യുന്നേ? ഹോം പേജിലേക്ക് അല്ലേ? ആ ഒരു
റീസൺ കൊണ്ട് നമുക്ക് ഈ വാലിഡ് ലോഗിന്റെ സിനാരിയോയില് ക്ലിക്ക് ലോഗിനെ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം? ഹോം അണ്ടർസ്കോർ പേജ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഹോം പേജ് ഈക്വൽസ് എന്ന് പറഞ്ഞ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. മനസ്സിലായോ? മതി, നിർത്ത്. ഹോം പേജിന്റെ ഒബ്ജക്റ്റിലേക്ക് ഇതിനെ അസൈൻ ചെയ്യണം. അപ്പൊ ഹോം പേജിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി റിട്ടേൺ ചെയ്യുന്നത് ഹോം പേജിന്റെ ഒബ്ജക്റ്റ് ആണ് അല്ലേ? ക്ലിക്ക് ലോഗിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി റിട്ടേൺ ചെയ്യുന്നത് ലോഗിൻ പേജിലുള്ള ക്ലിക്ക് ലോഗിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന എന്തിനെയാണ്? ക്ലിക്ക് ലോഗിൻ എന്തിനാണ് റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ? അല്ലെങ്കിൽ സൈൻ ബട്ടന്റെ ക്ലിക്കിന്റെ ഫംഗ്ഷൻ, നിങ്ങൾ എഴുതിയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണോ അത് എന്തിനാ റിട്ടേൺ ചെയ്യുന്നത്? ഹോം പേജിന്. അപ്പൊ അങ്ങനെയുള്ള സിനാരിയോസിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. അതായത് ഈ ക്ലാസ് നെയിം തന്നെയാണോ നമ്മൾ? ക്ലാസ് നെയിം കൊടുക്കണം എന്നില്ല, ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു വേരിയബിൾ നെയിം കൊടുത്താലും മതി. അതായത് ഹോം പേജ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ. അപ്പൊ നമ്മൾ ഈ ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ക്ലാസ് നെയിം വിളിക്കുന്ന പോലെ ആവും അത്? അങ്ങനെയാണോ? അതെ അതെ. ഒബ്ജക്ട് നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നതിന്റെ അതേ റെപ്ലിക്ക ആയിരിക്കും ഇത്. നമ്മൾ ഡയറക്ട്ലി ഒബ്ജക്ട് നെയിമിനെ വിളിക്കുന്നതിന് പകരം എന്ത് ചെയ്യാ ചെയ്തിരിക്കുന്നത്? റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക മാത്രം നമ്മൾ ചെയ്യുന്നു. മനസ്സിലായടാ? എങ്ങനെ കൊടുക്കാം? ടെസ്റ്റ് ലോഗിനില് ജസ്റ്റ് ഹോം പേജ് ഈക്വൽസ് എന്ന് മാത്രം കൊടുത്താൽ മതി. ലൈൻ നമ്പർ 30 ഹോം പേജ് ഈക്വൽസ്, തുടക്കത്തില് ജസ്റ്റ് ഹോം പേജ് ഈക്വൽസ് എന്ന് ടൈപ്പ് ചെയ്യൂ. മതി. ഇനി ഇൻവാലിഡ് ലോഗിന്റെ സിനാരിയോയില് നമുക്ക് ഹോം പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുമോ? എന്തോ കേട്ടില്ല, ഒന്നുകൂടെ പറയോ? ഇൻവാലിഡ് ലോഗിന്റെ സിനാരിയോയില് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജിലേക്ക് നാവിഗേഷൻ ഉണ്ടോ? ഇല്ല. ആ സിനാരിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജസ്റ്റ് ഒരു ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് എന്റർ യൂസർ നെയിം, എന്റർ പാസ്വേഡ്, ക്ലിക്ക് ലോഗിൻ, ഈ മൂന്നിനെയും ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് എഴുതാം. എടാ അതിൽ ലോഗിൻ പേജ് എടുത്ത് ഒഴിവാക്കിക്കേടാ. ലോഗിൻ ലോഗിൻ പേജ് വേണ്ട, ജസ്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ ഡോട്ട് ഫംഗ്ഷൻ അത്ര മതി. ഈ 2 ലൈൻ കമന്റ് ചെയ്യാൻ, കമന്റ് ചെയ്തു. സേവ് ചെയ്തോളൂ. ഇതുപോലെ ടെസ്റ്റ് ഹോമിലും ചെയ്യാം. ഇവിടെ ഇതിൽ നമ്മൾ ഈ വേരിയബിളോട്ട് അസൈൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അസൈൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ആണെന്ന് മാത്രം. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും വേണമെങ്കിൽ ഡയറക്ട്ലി ഡോട്ട് ക്ലിക്ക് ലോഗിൻ എഴുതാം. പ്രശ്നമൊന്നുമില്ല എഴുതിയതിനോണ്ട്.
ഈ വാലിഡ് സിനാരിയോയിൽ ഹോം പേജിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മളൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു എന്ന് മാത്രം. ടെസ്റ്റ് അണ്ടർസ്കോർ ഹോം എടുക്കൂ. അടുത്തത് ഇനി ഇതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള ഇൻവാലിഡ് ലോഗിനിലും എഴുതണേ. അപ്പൊ എങ്ങനെയാ വരിക എല്ലാത്തിലും? ഇവിടെ ഇൻവാലിഡ് ലോഗിന്റെ എല്ലാ സിനാരിയോയിലും എങ്ങനെ എഴുതുക? കൃഷ്ണകുമാർ പറഞ്ഞേ. ഇല്ല, ഇപ്പൊ എന്തോ നടന്നെന്ന് നോക്കുക മിസ്. ഓക്കെ എടാ, ഇൻവാലിഡ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വേറെ പേജിലേക്ക് നാവിഗേഷൻ ഒന്നും ഇല്ലല്ലോ. അതല്ല, ഹോം പേജിലോട്ട് അസൈൻ ചെയ്തു, എന്നിട്ട് എന്തിനാ? ജസ്റ്റ് ഹോം പേജിലേക്ക് അസൈൻ ചെയ്തു എന്നേ ഉള്ളൂ. ഹോം പേജിലേക്കുള്ള അസൈനിങ് മാൻഡേറ്ററി അല്ല. അല്ല, വേണമെന്ന് താഴെയുള്ള സിനാരിയോസില് ബാക്കിയുള്ളത് കണക്ക് മെൻഷൻ ചെയ്ത് പോകുന്നു. കാരണം എന്താടാ? ബിക്കോസ് ഇൻവാലിഡ് ലോഗിനില് ക്ലിക്ക് ലോഗിൻ കൊടുക്കുമ്പോ നമ്മൾക്ക് ഹോം പേജിലേക്ക് പോകുവോ? ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിക്ക് ലോഗിന്റെയും കൂടി ഡോട്ട് വെച്ച് കൊടുക്കാം. ഇതിലെ ചെയിനിങ് ഓഫ് ക്ലാസ്സസും ചെയിനിങ് ഓഫ് ഫങ്ഷൻസും ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടോ? അതോ നമ്മളിപ്പോ ചെയ്യുന്നതാണ് ചെയിനിങ് ഓഫ് ക്ലാസ്സസ്. അതെ. അപ്പോ ഇന്നലെ നമ്മൾ ചെയിനിങ് ഓഫ് ഫങ്ഷൻസ് ചെയ്തില്ലേ? രണ്ടും കൂടെ ഉണ്ടെങ്കിലേ ഇത് വർക്ക് ആവത്തുള്ളൂ. അതെ, രണ്ടും കൂടി ഉണ്ടെങ്കിലേ വർക്ക് ആവത്തുള്ളൂ. ചെയിനിങ് എന്ന് വെച്ചാൽ 2 പാർട്സ് ആയിട്ടാണ്. ചെയിനിങ് ഓഫ് മെത്തേഡ് ഫങ്ഷൻസും പിന്നെ അതിന്റെ കൂടെ ചെയിനിങ് ഓഫ് ക്ലാസ്സസും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്താലേ ചെയിനിങ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്. മാൻഡേറ്ററി അല്ല, പക്ഷെ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സിൽ നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളിനി വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എന്താണെന്ന് അറിയാതെ നിൽക്കരുതല്ലോ. അതുകൊണ്ടാണ് നമുക്ക് സിലബസിലുള്ളത് കേട്ടോ. ഇതേപോലെ എല്ലാ ടെസ്റ്റ് കേസിലും നമ്മൾ എഴുതണം. യെസ്. ഇപ്പൊ ടെസ്റ്റ് അണ്ടർസ്കോർ ഹോം എടുത്തേ. ഇത് ചെയ്തോടാ കൃഷ്ണകുമാർ? നമ്മുടെ എല്ലാ ടെസ്റ്റ് കേസിലും എഴുതിയായിരുന്നോ? എഴുതി. ഇവിടെ ഒരു കാര്യം ചെയ്തോ. സെപ്പറേറ്റ് വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യണമെന്നൊന്നുമില്ല. എന്ത് ചെയ്യാം? എൻ്റർ അണ്ടർസ്കോർ യൂസർ നെയിം ഡോട്ട് എൻ്റർ അണ്ടർസ്കോർ പാസ്വേഡ് dot click underscore login dot home underscore എന്തായിരുന്നു? ഹോം പേജോ? എന്തായിരുന്നു വേരിയബിൾ നെയിം ആണോ? ഫംഗ്ഷന്റെ പേരെടാ. മറ്റേ ഹോമിന്റെ ഐക്കൺ, സോറി അഡ്മിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന ഹോം പേജ് ആണോ അല്ലേ? അത് ഹോം പേജ് ആണല്ലേ? അത് മാറ്റി കൊടുക്കണേടാ. അതൊന്ന് റീനെയിം ചെയ്തിടണം കേട്ടോ. ഫോർ നൗ അത് തന്നെ കൊടുത്തോളൂ. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ മാറ്റിയേക്കല്ലേ, ഞാൻ മറന്നു. ഓക്കെ, മാറ്റിക്കൊന്നാല്. ഹോം പേജിലെടാ. അത് ഹോം പേജിലല്ലേ കിടക്കുന്നേ? അഡ്മിൻ ഐക്കൺ അല്ല, ഇപ്പൊ നമ്മള് ടെസ്റ്റ് ലോഗിനില്ലേ, ഈ ഹോം പേജ് കൊടുത്തില്ലേ? ആ ഹോം പേജ് ആണോ നമ്മളിപ്പോ? അല്ലല്ല, അത് നമ്മൾ കണക്ഷൻ ഒന്നുമില്ല. ഇല്ലേ? അത് നമ്മൾ കണക്ഷൻസ് ഒന്നുമില്ല. അത് ജസ്റ്റ് ലോക്കലി നമ്മൾ യൂസ് ചെയ്തൊരു വേരിയബിൾ, അത്രേ ഉള്ളൂ. ഇവിടെ എന്ത് കൊടുക്കും? അഡ്മിൻ എന്ന് കൊടുത്തോ. ജസ്റ്റ് അഡ്മിൻ എന്ന് മാത്രം കൊടുത്തോ. അവിടെ ചേഞ്ച് ചെയ്തോ. ഹോം പേജിലും ചേഞ്ച് ചെയ്തോ അഡ്മിൻ ഐക്കൺ കൊടുത്തേക്കാം. അഡ്മിൻ അണ്ടർസ്കോർ മറ്റേന്ന് അഡ്മിൻ ഐക്കൺ തന്നെ കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. അഡ്മിന്റെ ടൈലിനും അഡ്മിൻ ഐക്കൺ എന്നാണ് തോന്നുന്നു കൊടുത്തേക്കുന്നത്. ആണോ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഇല്ല, ക്ലിക്ക് അഡ്മിൻ. ഓക്കെ ഫൈൻ. എന്നാ അഡ്മിൻ ഐക്കൺ കൊടുത്തു.
അതുപോലെ ലൊക്കേറ്ററിന്റെ പേരും മീനിങ് ഫുൾ ആക്കി കൊടുക്കുക കേട്ടോ. ഹോം പേജിൽ ലൊക്കേറ്ററിന്റെ അതിന്റെ ലൊക്കേറ്റർ കൊടുത്തിട്ടില്ലേ, അതിന് ഹോം എന്നാ കൊടുത്തേക്കുന്നത്. അത് ഹോം അല്ലല്ലോ, അഡ്മിൻ ഐക്കൺ തന്നെ കൊടുത്തോ. ക്ലിക്ക് അവിടെ സെയിം നെയിം കൊടുക്കാവോ? അഡ്മിൻ ഐക്കൺ കൊടുത്തോ. ഇവിടെ അണ്ടർസ്കോർ ഇല്ലേ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്തോ. ശരി ശരി. ഇവിടെ സ്റ്റാർ അഡ്മിൻ ഐക്കൺ, സ്റ്റാർ സെൽഫ് ഡോട്ട് അഡ്മിൻ ഐക്കൺ. ഒന്നുകൂടെ പറയാവോ, ഇതില് ഈ ടെസ്റ്റ് ഹോമിൽ എന്തൊക്കെയാ ചെയ്തത്? ടെസ്റ്റ് ഹോമില് നമ്മള് ഞാൻ ഷെയർ ചെയ്തോട്ടെ? അലീന ഷെയർ ചെയ്യും. അനകത് കറക്റ്റ് ചെയ്യത്തില്ലടാ. ഒരു മിനിറ്റ്, ഇതും കൂടെ ഓക്കെ ഓക്കെ ചോദിച്ചോട്ടെ. ഓക്കെ. ഇത് കൂടെ ചെയ്തിട്ട് അലീനയുടെ കയ്യിലേക്ക് എടുക്കാമേ. ഇവിടെ നമ്മൾ അഡ്മിൻ ഐക്കൺ കൊടുക്കണം അല്ലേ? അഡ്മിൻ ഐക്കൺ കൊടുക്കണം. എന്നിട്ട് ബ്രാക്കറ്റ്സ് വേണമല്ലോ. ബ്രാക്കറ്റ്സ് ഇടുക, എന്നിട്ട് ഡോട്ട് ലോഗൌട്ട് വിളിക്കുക. ഡോട്ട് അടുത്ത ഫംഗ്ഷൻ ഏതാ? ലോഗൌട്ട് അല്ലടാ. ഓ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതുമായിരുന്നല്ലേ? അതെ, എല്ലാം പാടെ നമ്മൾ ഒരുമിച്ച് ഒറ്റ ലൈനിൽ അങ്ങ് എഴുതും. ഇപ്പൊ മനസ്സിലായോ എന്തിനാ നമ്മള് ഹോം പോയാ? കുറച്ച് കൺഫ്യൂഷന്. ഇത് നമ്മുടെ കോഡിനെ എഫിഷ്യൻ ഹോം പേജ് വേണ്ട, ജസ്റ്റ് ലോഗൌട്ട് മാത്രം മതി. അതിനെ നാം എന്ത് ചെയ്തോ, ഒബ്ജക്ട് ക്രിയേഷൻ വേണ്ടല്ലോ. ഇതും വേണ്ടേ? ഒന്നും വേണ്ട, സിംഗിൾ ലൈനിൽ പരിപാടി കഴിഞ്ഞില്ലേ. പക്ഷെ ഇതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞിട്ടല്ലേ ലാസ്റ്റിലല്ലേ ഇത് ചെയ്യുന്നത്? ലാസ്റ്റിലാണ് ചെയ്തത്. ലാസ്റ്റ് റീഫാക്ടറിങ് ആണ് ആക്ച്വലി. അതായത് നമ്മള് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തെ നമ്മൾക്ക് കോഡ് ക്വാളിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഓക്കെ, കോഡ് ക്വാളിറ്റി അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, മെയിൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാന്ന് വെച്ചാല് നമ്പർ ഓഫ് ലൈൻസ് ബീയിങ് എക്സിക്യൂട്ടഡ് ഈസ് ലെസ്. ഓക്കെ, സെക്കൻഡ് ക്രൈറ്റീരിയ മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസിലി റീഡബിൾ ആയിട്ടുള്ള കോഡ്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻ നെയിംസും മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിംസും, അതിനെയാണ് നമ്മൾ കോഡ് റീഡബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ റീഡബിലിറ്റി ആൻഡ് മെയിൻറ്റൈനബിലിറ്റി. നമ്മളിവിടെ മെയിൻറ്റൈനബിലിറ്റി വേണ്ട എന്താ ചെയ്തിരിക്കുന്നത്, പേജ് ഒബ്ജക്ട് മോഡലും പേജ് ഫാക്ടറിയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഈ കോഡ് ക്വാളിറ്റി ചെക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ, അതായത് പേജ് ഫാക്ടറി, പേജ് ഒബ്ജക്ട് മോഡൽ, ചെയിനിങ്, ഈ 3 കാര്യങ്ങളെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. മാം, ഇത് ഇവിടെ വേണോ അതോ ഇതും കമന്റ് ചെയ്യാനോ? ലോഗിൻ പേജ് ഈക്വൽ ടു ഹലോ, മനസ്സിലായോടാ? വൈ ചെയിനിങ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ഇതാണ്. നമ്മുടെ കോഡിനെ കോഡ് ക്വാളിറ്റി ചെക്ക് അല്ലെങ്കിൽ എന്താ പറയാ QA ചെക്ക് വരുമ്പോ പാസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ലൈൻ വേണോ? അത് വേണം, ബിക്കോസ് ഒരു ബേസ്ഡ് ആയിട്ടുള്ള എന്റെ കഴിയത്തില്ലല്ലോ. ഇതേപോലെ എനിക്ക് നമ്മുടെ ഹോം പേജും ടെസ്റ്റ് അഡ്മിൻ ആക്കി തരാമോ? അല്ല, അലീനക്ക് എന്തോ ഡൗട്ട്. അനഘ ചെയ്തോ, ഞാൻ അലീനയുടെ നോക്കാം. അപ്പോഴേക്കും അനഘ അഡ്മിന്റെ ചെയ്ത് തുടങ്ങിക്കോ. കൃഷ്ണകുമാറിന് ഡൗട്ട് ഉണ്ടോ? ഇല്ല, ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അടുത്ത ചെയ്യില്ലടാ. ഓക്കെ, ഞാൻ ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കേടാ, ഞാൻ ഷെയർ ചെയ്യട്ടെ?
ഷെയർ ചെയ്യാം അലീന. ഹോം പേജിൽ ഞാനൊന്നും ചെയ്തില്ലായിരുന്നു. ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. ഈ എറർ കുഴപ്പമുണ്ടോ? ഈ സ്റ്റൈൽ സ്റ്റൈൽ എലമെന്റ് എലമെന്റ് കുഴപ്പമില്ലടാ. സ്റ്റൈൽ എലമെന്റ് വരാറുള്ളതാണ് സാധാരണ. നെറ്റ്വർക്കിന്റെ ഉള്ളതുകൊണ്ടൊക്കെ വരുന്നതാണത്. എന്റർ പാസ്വേഡ് വരെ കൊടുത്തില്ലേ? എന്നിട്ട് ടൈപ്പ് ചെയ്തോ .click-login. ഇത് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാം. ഹോം പേജിന്റെ ഒബ്ജക്റ്റ് വേണ്ട. നെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. .click_admin. ഇതിന്റെ കൂടെ അതിന്റെ കൂടെ തന്നെ. യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മളിത് ഹോം പേജിൽ നിന്നല്ലേ? ഹോം പേജിനല്ലേ നമ്മൾ click_login എന്ന് റിട്ടേൺ ചെയ്യിക്കുന്നേ? click_login എന്തിനാ റിട്ടേൺ ചെയ്യുന്നേ? ഹോം പേജിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഇതും വിളിച്ചാൽ മതി. അതിന്റെ കൂടെ ഒറ്റ ലൈനിൽ തന്നെ വിളിച്ചു പോയാൽ മതി. അതെ. .click_logout. ക്ലിക്ക് അഡ്മിൻ പേജിൽ നിന്ന് തന്നെയാണല്ലോ അല്ലെ? അതെ പിന്നെ അതെ ലോഗൗട്ട്. അതെ. ക്ലിയർ ആയടാ? ഇത്രയുള്ളൂ? വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതുപോലെ നമ്മളുടെ test_admin test_news എഴുതണം. ചെയ്തോ. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് വേറെ പേജിലേക്കല്ലേ പോണം? അപ്പൊ വേറെ വേരിയബിളിലേക്ക് എടുത്ത് വെക്കണം? വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മള് ഹോം പേജിൽ നിന്ന് ചെയ്തില്ലല്ലോ. ഹോം പേജിലും അങ്ങനെ തന്നെ അല്ലേ? ജസ്റ്റ് ഡോട്ട് ഇട്ട് വിളിച്ചാൽ മതി. അപ്പൊ നമ്മൾ ലോഗിൻ പേജിൽ അങ്ങനെ ചെയ്തത് എന്താ? ലോഗിൻ പേജിൽ നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് വേറെ ചെയ്യാനൊന്നും ഇല്ലല്ലോ. അതായത് click_login അഗെയിൻ നമുക്ക് വേറെ നാവിഗേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ജസ്റ്റ് ടു ഡിനോട്ട് ദാറ്റ് ഇത് ഹോം പേജിലാണ് റിട്ടേൺ ചെയ്യുന്നത്. ഡിനോട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മളൊരു വേരിയബിൾ നെയിം യൂസ് ചെയ്തത്. ഇത് നമ്മൾ പിന്നെ യൂസ് ഒന്നും ചെയ്യണില്ലല്ലോ? ഇല്ല, യൂസ് ചെയ്യുന്നൊന്നുമില്ല. അത് മാൻഡേറ്ററി അല്ല, ഇങ്ങനെ നമ്മൾ നോർമലി ചെയ്യാറുണ്ട്. അത് മാൻഡേറ്ററി അല്ല. കൊടുത്താലും കുഴപ്പമില്ലേ? ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതെ.
എടാ അപ്പൊ അലീന, അപ്പൊ നമുക്കാകെ ലോഗിൻ പേജിന്റെ ഒബ്ജക്റ്റ് മാത്രം മതി, ന്യൂസ് പേജിന്റെ ഒബ്ജക്റ്റ് വേണ്ട, ഹോം പേജിന്റെ ഒബ്ജക്റ്റ് വേണ്ട കേട്ടോ. അപ്പോ അഡ്മിൻ പേജിന് അങ്ങനെ തന്നെയല്ലേ? ഇവിടെ അഡ്മിൻ ചെയ്യണം, ആദ്യം ന്യൂസ് ചെയ്തിട്ട് ചെയ്തോ. അഡ്മിൻ ചെയ്തിരുന്നു. അഡ്മിൻ ചെയ്ത് കംപ്ലീറ്റ് ആയായിരുന്നോ? ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. ക്ലിക്ക് അണ്ടർസ്കോർ ലോഗിൻ ചെയ്തില്ലേ? ഇപ്പൊ ക്ലിക്ക് അണ്ടർസ്കോർ ലോഗിൻ കഴിഞ്ഞ് ഡോട്ട് കൊടുത്ത് എന്ത് കൊടുക്കുക? ക്ലിക്ക് അണ്ടർസ്കോർ അഡ്മിൻ ടൈൽ. ഓക്കെ. നമ്മൾ ചെയ്തു പോയാലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതാ താഴെ സജഷൻ വന്നിരിക്കുന്ന. ഈ ന്യൂ ഓപ്ഷൻ ഒക്കെ അതെന്താണ് ചെയ്യുന്നത്? ഒരുമിച്ച് കൊടുത്തു, ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇല്ല, ന്യൂ ഓപ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റർ അഡ്മിൻ യൂസർ അതെ. അഡ്മിനിലെ അടുത്ത ഫംഗ്ഷനോ? അപ്പോ ഈ അഡ്മിൻ പേജിന്റെ ആവശ്യമില്ല, റിമൂവ് ചെയ്തോ. ഹോം പേജും ആവശ്യമില്ല. എന്തായാലും എറർ കാണിക്കുന്നത് നോക്കട്ടെ. എവിടെയാ? ഇത് എങ്കിൽ അഡ്മിൻ അണ്ടർസ്കോർ പേജിന്റെ വെച്ചോളൂ, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് മാത്രം വെച്ചാൽ മതി അവിടെ. അഡ്മിൻ പേജ് വെച്ചോ അവിടെ കൊടുത്തത്. ന്യൂസ് പേജ് ആക്കിക്കേടാ അതുപോലെ. Enter password, enter login. Sir, click login.
കൃഷ്ണന്മാർ ചെയ്യുന്നില്ലേടാ കൂടെ? ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. എത്തിയായിരുന്നു എല്ലാവരും? ഇല്ല, ഞാൻ എത്തിയില്ല. ചെയ്തോളൂടാ, കുഴപ്പമില്ല കേട്ടാ. അപ്പൊ നിങ്ങള് അടുത്ത ദിവസത്തേക്ക് ചെയ്തു വരേണ്ട ഒരു കാര്യം, അഡ്മിൻ പേജ് വന്നോട്ടോ, കുഴപ്പമില്ല. ഇവിടെ ഹോം പേജിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ അഡ്മിൻ പേജിന്റെ ആവശ്യമുണ്ട്, ഹോം പേജിന്റെ ആവശ്യമില്ലടാ. ഓക്കെ, അപ്പൊ നിങ്ങൾ മൺഡേയിലേക്ക് ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ചേഞ്ചസിനെ എല്ലാം ഗിറ്റിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ടാവണം. ഒരു പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് എ ഗിറ്റ് റെപ്പോസിറ്ററി. പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചെയ്താൽ മതി. ആ പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് പുഷ് ചെയ്യുക വീണ്ടും. അതെ.
അല്ല ഓൾറെഡി നമ്മൾ പുഷ് ചെയ്തില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം? ചെയ്തായിരുന്നു. അതിലേക്ക് തന്നെ മതിയോ? അതിലേക്ക് തന്നെ പുഷ് ചെയ്താൽ മതി. യെസ്, മതി മതി. എനിക്ക് ഗിറ്റിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഗിറ്റിന് എന്തായിരുന്നടാ പ്രോബ്ലം എന്ന് പറയോ? അത് കേറുന്നില്ല, അപ്ലോഡ് ആവുന്നില്ലായിരുന്നു. ഷെയർ ചെയ്യോടെ സ്ക്രീന്. ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് ഗിറ്റിലേക്ക് ഒന്ന് പുഷ് ചെയ്യണേ ബാക്കിയുള്ളവര്. ഈ ചെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ്. എന്താ എറർ നോക്കട്ടെ. എക്സിക്യൂട്ടീവ് എന്താ വരുന്നുണ്ടായിരുന്നേ? അല്ല, കാണാമോ മിസ്? സ്ക്രീൻ കാണാടാ, പറഞ്ഞോ. ഈ കമാൻഡ് കൊടുത്തു, ബട്ട് എനിക്ക് എറർ അടിച്ചിരിക്കുന്നു. അന്ന് ഗിറ്റിനിറ്റ് കൊടുത്തേടാ. ഗിറ്റിനിറ്റ് ആദ്യം കൊടുക്ക. എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇനീഷ്യലൈസ്ഡ് ആയി. ഓക്കെ, കമാൻഡ്സ് കൊടുത്തേ. എന്താ പ്രശ്നം നോക്കാം. ക്ലോൺ ചെയ്യണ്ട. വൺസ് ക്ലോൺഡ് അല്ലേ, വീണ്ടും ക്ലോൺ ചെയ്യണ്ട. സ്റ്റാറ്റസ് എന്താ? ആഡ്. ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് കൊടുത്തോ. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണ്ട, ആഡ് കൊടുത്താൽ മതി. ഗിറ്റ് ക്ലോൺ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? ക്ലോൺ ചെയ്യുമ്പോൾ നമ്മളുടെ റെപ്പോസിറ്ററി ഇല്ലേടാ, റെപ്പോസിറ്ററിയെ നമ്മുടെ ലോക്കലില് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോട്ട് ഗിറ്റ് എന്നിട്ടൊരു ഫയൽ ക്രിയേറ്റ് ആവുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ആ ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഫോൾഡറിൽ കൊണ്ടുപോയി ഡാറ്റയെ പ്ലേസ് ചെയ്യും. ഈ ഫയലിന്റെ അവിടെ തന്നെ വീണ്ടും ഇതേപോലെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണ കാണാനുണ്ടായിരുന്നു. എങ്ങനെയാടാ? ഈ നമ്മുടെ സൈഡിലുള്ള ഫയൽ എക്സ്പ്ലോറർ അവിടെ ഇല്ലേ, പ്രൊജക്ടിന്റെ അവിടെ വീണ്ടും ഇതേ സെയിം ഗിറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇവിടെ ക്രിയേറ്റ് ആവുണ്ടായിരുന്നു. എവിടെ ക്രിയേറ്റ് ആവുന്നതാ? ഈ ലെഫ്റ്റ് സൈഡില് പൈച്ചാമ്പില്. എവിടെയാടാ? ഈ പ്രൊജക്ടിന്റെ ലെഫ്റ്റിലില്ലേ നമ്മുടെ, ഇവിടെ ക്രിയേറ്റ് ആയായിരുന്നു ആ കമാൻഡ് കൊടുത്തപ്പോ. ഓക്കെ, കമാൻഡ് ക്രിയേറ്റ് ആയിരുന്നു. ക്ലോണിന്റെ കമാൻഡ് കൊടുത്തപ്പോ അവിടെ മുകളിൽ വന്നു എന്നല്ലേ പൈറ്റസ്റ്റ്? അത് വരും. യെസ്, ഗിറ്റ് കമ്മിറ്റ് കൊടുത്തേടാ. അടുത്ത ഓൾറെഡി 6 ആണ്. ഓക്കെ, പുഷ് പുഷ് പുഷ്. റിജക്റ്റഡ് മെയിൻ ഗിറ്റ് പുൾ റീബേസിന്റെ കമാൻഡ് കൊടുത്തേ. ഞാനോട്ടും കൂടെ പുഷ് കൊടുത്തോ. പുഷായി നോക്കിക്കോ. റെപ്പോയിൽ പോയി ചെക്ക് ചെയ്തേ. ഓക്കെ, ആയില്ലേ? ഓക്കെ, ഇനി എല്ലാവരും ക്രോമിൽ സെർച്ച് ചെയ്ത് ജാവ 21 ഡൗൺലോഡ്. അതിൽ ജാവ ഡൗൺലോഡ്സ് എടുത്തേ എല്ലാവരും കേട്ടോ. അലീനയും മനക്കി എടുക്കണേടാ.
താഴേക്ക് വന്നേ. അതില് ജാവ 21 എന്ന് പറഞ്ഞ ടാബ് എടുക്കാം. മുകളില് കുറച്ച് മുകളിൽ വയ്ക്കാം. ജാവ 21 താഴെ വന്നേ. ഇതില് വിൻഡോസ് എടുക്കുക. അനഘ മാത്രം എടുക്കേണ്ടത് മാക്കിന്റെ ആണ് എടാ. ഓക്കെ. ഡബിൾ ക്ലിക്ക് അവിടെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ജെങ്കിൻസിന് വേണ്ടിട്ടാ ആണോ? അലീന ചെയ്യണ്ട. അലീന ഓൾറെഡി ഉണ്ട്, കോൺഫിഗേർഡ് ആണ്. അലീന ചെയ്യണ്ട. അനഘയും കൃഷ്ണകുമാറും മാത്രം ചെയ്താൽ മതി. അതിപ്പോ എക്സിക്യൂട്ട് ചെയ്യണ്ട, ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതിലേതാ ഡൗൺലോഡ് ചെയ്യണ്ടേ? exe ഫയലടാ. അനഘയാണോ? അതെ. മാക്കോയ്സില് മാക്കോയ്സിൽ എടാ നിന്റെ മാക്കിന്റെ ടൈപ്പ് ഏതാ? മാക്കിന്റെ ടൈപ്പ് ഏതാ? ARM ആണോ ഇന്റൽ ആണോ? അതായത് M1 M2 M3 സീരീസ് ഏതെങ്കിലും ആണോ അതോ ഇന്റൽ ആണോ വരുന്നത്? നമ്മളുടെ അബൌട്ട് ദിസ് മാക്ക് ഒന്ന് എടുത്തു നോക്കോ. ഒരു മിനിറ്റ്, ഞാൻ നോക്കിട്ട് പറയാം. ഓക്കേടാ. ആപ്പിൾ M3 അല്ല, അപ്പൊ ARM ആണ് വരുന്നത്. ARM അതില് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഫസ്റ്റ് കംപ്രസ് ARM അല്ലേ വരുന്നത്? അപ്പൊ ARM ആണെങ്കിൽ ARM 64 DMG അല്ല, ARM 64 DMG. യെസ്, ARM 64 DMG. .dmg ഫയൽ കേട്ടോ. ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടേടാ. ഞാൻ ഡൗൺലോഡ് ചെയ്തത് 17 ആയിരുന്നു. 17 കുഴപ്പമില്ല, 17 ആക്സെപ്റ്റഡ് ആണ്. 17, 21 and 25 എല്ലാം ആക്സെപ്റ്റഡ് ആണ്. ഈ പൈജാമിൽ ഇപ്പൊ ഇത് റൺ ചെയ്ത് നോക്കിയപ്പോഴേ എനിക്കിപ്പോ 5 ഫെയിൽഡ് കാണിക്കുന്നു. ഷെയർ ചെയ്തോളൂ സ്ക്രീന്. ഏതിനാണ് ഇൻപുട്ട് അറ്റ് റേറ്റ്? unable to locate element alert success. അത് റിസൾട്ട് ചെക്ക് ആണോ? എന്തോ ഇവിടെ അസേർഷൻ എറർ അടിച്ചിട്ടുണ്ടടാ. പക്ഷെ അത് നേരത്തെ വർക്ക് ചെയ്ത, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കും വരുന്നുണ്ട്. നോക്കട്ടെ. ഇത് കണക്ക് വന്നോണ്ടാണ് ഞാൻ അസാപ്പിന്റെ എല്ലാം ഹാഷ് ചെയ്ത് വെച്ചത്. ഓക്കെ, പക്ഷെ ഹാഷ് സൊല്യൂഷൻ ആയില്ലല്ലോ. ഒരു സെക്കൻഡ്, വാലിഡ് ലോഗിൻ അല്ലേ? വാലിഡ് ലോഗിൻ ടെസ്റ്റ് കേസ് എടുത്തേ. ടെസ്റ്റ് വാലിഡ് ലോഗിൻ. അതിൽ വാലിഡ് ലോഗിൻ എടുത്തേ. അത് ഒരു വട്ടം കൂടി ഈ ടൈം ഡോട്ട് സ്ലീപ്പ് ഞാൻ
ഇപ്പൊ കമന്റ് ചെയ്താണെന്ന് അവിടെ തോന്നുന്നു. കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്താൽ വർക്ക് ചെയ്യത്തില്ല. ആ ടൈം ഡോട്ട് സ്ലീപ്പിന്റെ ഇഷ്യൂ ആടോ. നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ അടിക്കുന്നത്. അലേർട്ട് സക്സസ് ഏതാടാ വരുന്നേ? അഡ്മിനില് അതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹോം പേജിലേക്ക് നമ്മള് ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് കൊടുക്കാമല്ലോ. കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ഏത് ടെസ്റ്റ് കേസിലും നമുക്ക് വേണമെങ്കിൽ വേരിയബിൾ ആ വെച്ച് അസൈൻ ചെയ്യാനും ആ പറ്റും. അതെ വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കണേ കൊടുക്കാം. നമുക്കൊരു നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്യണ്ടല്ലോ, അങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അലേർട്ട് അണ്ടർസ്കോർ സക്സസ് എന്ന് പറയുന്നത് നമ്മളുടെ അഡ്മിൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് യൂസർ ആഡ് അണ്ടർസ്കോർ യൂസർ ഉള്ളതായിരിക്കണം. നോക്കിക്കേ അലേർട്ട് സക്സസ് അല്ലേ. ഒരു കാര്യം ചെയ്തടാ, ടെസ്റ്റ് അണ്ടർസ്കോർ അഡ്മിൻ എടുത്തേ. എന്നിട്ട് നമ്മളിപ്പോ ഒരു സിംഗിൾ ലൈനിൽ കുറെ കോഡ് എഴുതി വെച്ചിട്ടില്ലേടാ, അതിനെല്ലാം പാടെ അഡ്മിൻ ഈക്വൽസ് എന്നുകൊണ്ട് അസൈൻ ചെയ്തേ. നമ്പർ 26 അഡ്മിൻ ഈക്വൽസ് എന്ന് അസൈൻ ചെയ്യാം നമുക്ക്. താഴെ ആ അഡ്മിന്റെ ഒബ്ജക്ട് ക്രിയേഷൻ ഒന്ന് കമന്റ് ചെയ്തിട്ടെ. എന്നിട്ട് ഈ ഫയൽ മാത്രം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യോ. ഈ ടൈം ഡോട്ട് സ്ലീപ്പ് വേണ്ടല്ലോ അല്ലേ? ടൈം ഡോട്ട് സ്ലീപ്പ് അവിടെ വെക്കണ്ട, റിമൂവ് ചെയ്തു. വിത്തൗട്ട് ടൈം ഡോട്ട് സ്ലീപ്പ് വർക്ക് ചെയ്യണം, അതാണ് നമ്മുടെ കണ്ടീഷൻ. യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാ വരുന്നത്. ഒരു മിനിറ്റ്, ഞാനത് മാറ്റി കൊടുത്തിട്ട്. എന്താടാ എത്ര കൂട്ടി കൊടുത്തിട്ടും അത് എക്സിക്യൂഷൻ സ്ലോ ആവുന്നുണ്ടാവും, സ്പീഡായിട്ട്. ചൂടെടുക്കൂലേ ഇത് പാസ്സായി. അതല്ലേ, ഇതുപോലെ മറ്റേതിലും കൊടുത്തേടാ, നമ്മുടെ അഡ്മിന്റെ എല്ലാ ടെസ്റ്റ് കേസിലും കൊടുത്തേ. ഹലോ, എല്ലാത്തിലും ഇതുപോലെ നമ്മള് മറ്റേ നമ്മുടെ എല്ലാ അഡ്മിൻ ടെസ്റ്റ് കേസിലും അഡ്മിൻ ഈക്വൽസ് എന്ന് പറഞ്ഞ് കൊടുത്തേടാ. എന്നിട്ട് മറ്റേ ന്യൂസിലും അതുപോലെ കൊടുക്കണോ? ന്യൂസിലും കൊടുത്തോ. ചില സിനാരിയോസിൽ നമ്മൾ ടെസ്റ്റ് കേസ് ഫ്ലേക്കി ആവുന്നതും ആവാം.
ഇങ്ങോട്ട് ശരിയായടാ? ഞാൻ മാറ്റി കൊടുത്തു, റൺ ചെയ്തില്ല. ബാക്കി നമുക്ക് മൺഡേ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? മതി 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 മതി. അപ്പൊ മൺഡേക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഗിറ്റിലേക്ക് നിങ്ങളുടെ എല്ലാ ചേഞ്ചസും ചെക്ക് ചെയ്ത ശേഷം പുഷ് ചെയ്യാം. ഓക്കെ, ഏത് വരെ ചെയ്തിട്ടുണ്ടോ, ടെസ്റ്റ് കേസ് ഫെയിൽഡ് ആണെങ്കിലും സക്സസ് ആണെങ്കിലും എല്ലാ ചേഞ്ചസും പുഷ് ചെയ്തിട്ട് എനിക്ക് മൺഡേ ഒരു മോർണിംഗ് മത്ലബ് സെഷന് മുൻപേ ആയിട്ട് എനിക്കൊന്ന് ഇത് അയച്ചു തരണേ, നിങ്ങളുടെ റെപ്പോസിറ്ററീസ്. ഓക്കെ, അതും ഒന്ന്. പിന്നെ നമ്മൾ ഇതുവരെ എടുത്ത ടോപ്പിക്സ് ഇല്ലേടാ, അതായത് നമ്മളിപ്പോൾ വെയ്റ്റ്സ്, പിന്നെ പേജ് ഒബ്ജക്ട് മോഡൽ എന്നൊക്കെ നമ്മൾ കുറച്ച് ടോപ്പിക്സ് പഠിച്ചില്ലേ? ആ ടോപ്പിക്സ് എന്താണ്, ഏതാണ്, അതുപോലെ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരിക കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗിറ്റ്ഹബ്, ജെൻകിൻസ്, കോപ്പറേറ്റ് 3 ടോപ്പിക്സ് കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എടുക്കാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെയുള്ളത് ഇന്റേണൽ ഡെമോ ആണ്, അതായത് നിങ്ങളുടെ പ്രസന്റേഷൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രസന്റേഷന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 2 ദിവസം അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ശരി. ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ? നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുമോ? നെക്സ്റ്റ് വീക്ക് ആവുമോ? നെക്സ്റ്റ് വീക്കിൽ എന്തെങ്കിലും ഡെമോ ഉണ്ടാവുമോടാ? ഓക്കേടാ, ശരി.